ഇരിക്കട്ടെ പിൻവലിച്ച്. ഏതായിരുന്നാലും നിങ്ങൾ നോക്ക്, പച്ച നുണ പറയുന്ന വിഷയത്തിൽ പിന്നെ നമ്മൾ വേറെ ഒരു മൗലവിയുണ്ട്, അവിടെ കൂടെ ഇരുന്നിരുന്ന അനസ് മൗലവി. ആ അനസ് മൗലവിനെ പറയുമ്പോ 2 ഇംഗ്ലീഷ് വേർഡ് ഇടക്കിടക്ക് പറയാതിരിക്കാൻ പറ്റൂല. കാരണം ആഗോള തലത്തിൽ 2 ഇംഗ്ലീഷ് വേർഡും കൂടി പുറപ്പെടുവിച്ച ആളാണ് അയാള്. നിങ്ങൾ ആരെങ്കിലും ഡിക്ഷണറി ഇറക്കുകയാണെങ്കിൽ ആ 2 ഇംഗ്ലീഷ് വേർഡ് നിങ്ങൾ ഇറക്കണതിൽ ഒന്ന് വെർട്ടിഫിക്കേഷനും മറ്റൊന്ന് പേഡിഫിക്കേഷനും. സംവാദത്തിലെ കാര്യമായിട്ട് ഞങ്ങൾ കേൾക്കുന്നത് അതും അനീഫ പിന്നെ അനസ് മൗലവിന്റെ അടുത്ത് കിട്ടിയതാണ്. ആ വെർട്ടിഫിക്കേഷനും നിങ്ങട്ട് എടുക്കണ്ട. അങ്ങനെ വെർട്ടിഫിക്കേഷനും പേഡിഫിക്കേഷനും നിങ്ങളുടെ ഡിക്ഷണറികളുടെ കൂട്ടത്തിൽ നിങ്ങളൊന്ന് ചേർത്തിഫിക്കേഷൻ ആക്കണം എന്നാ പറയാനുള്ളത്. എന്നാ നിങ്ങൾ കേട്ടോ, ആ മൗലവി ഇങ്ങനെ മുഖ്യധാരാ മുസ്ലിങ്ങളെ മുശ്രിക്കാക്കുന്ന വിഷയത്തിൽ പുകമറ സൃഷ്ടിക്കാനും അഭിനയിക്കാനും അയാൾ നന്നായി പഠിച്ചിട്ടുണ്ട്. അയാൾ ശ്രമിച്ച ശ്രമം എങ്ങനെയെന്നറിയോ? പച്ച നുണങ്ങ് പറയാം, മറ്റാൾ അറിയാത്തതുപോലെ. ഹനീഫ കായക്കൊടി എവിടെയാണ് മുഖ്യധാരാ മുസ്ലിങ്ങളെ മുജാഹിദുകൾ മുശ്രിക്കാക്കിയത് എന്ന് ചോദിച്ചിട്ട് മൂപ്പരിങ്ങനെ പറയാണ്, ഒരു പ്രദേശത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു വിഷയം തന്നെ മൂപ്പർ അറിയാത്തതുപോലെയുള്ള ഒരു അഭിനയം. ഹജ്ജിന് വരുന്നവർ ഒരു പ്രദേശത്തേക്ക് മാത്രമാണല്ലോ തോന്നിവാസം പറയണത്. എന്നാൽ ഇനിയുള്ള സംവാദങ്ങളിലെങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ചോ, മുഖ്യധാരാ മുസ്ലിങ്ങളെ നിങ്ങൾ മുശ്രിക്കാക്കിയിട്ടുണ്ട്. ഇനി ആ അഭിനയം നിങ്ങൾ എടുക്കണ്ട എന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് എല്ലായിടത്തും കാണിക്കുന്നത്. ഇതൊക്കെ എടുത്തു മാറ്റിയതായിരുന്നു, പിന്നെയും കൊണ്ടുവരേണ്ടി വന്നത്. നിങ്ങൾ നോക്ക്, അനസ് മൗലവി വേറെ ഒരു അഭിനയം. അയാൾ അഭിനയത്തിന് ഇയാളെക്കാൾ കൂടുതൽ അവാർഡ് കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കേട്ടോ, അയാളുടെ അഭിനയം എങ്ങനെയാണ്? മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു, എന്ത് 5 ലക്ഷം വരുന്ന മുസ്ലിങ്ങൾ മാത്രമേ ഹജ്ജിന് അവിടെ എത്തുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എന്താണ് മുശ്രിക്കീങ്ങളാന്ന് ആ വാചകത്തിൽ തന്നില്ല. അത് കേൾപ്പിക്കാൻ കഴിയില്ല. എന്റെ കയ്യിലുണ്ടാ ക്ലിപ്പ്, ഇപ്പൊ ഇടാൻ സമയമില്ല. ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു, ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. മുശ്രിക്കീങ്ങളാന്ന് ആ വാചകത്തിൽ തന്നില്ല, അത് കേൾപ്പിക്കാൻ കഴിയില്ല. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. അപ്പൊ ഞാനൊരാളോട് പറഞ്ഞു, ഇങ്ങനൊക്കെ എന്തിനാണ് അനസ് മൗലവി പറയണത്? അപ്പൊ അനസ് മൗലവി അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് കേൾക്കാൻ സാധിക്കൂല, കേൾപ്പിക്കാൻ സാധിക്കൂല എന്നാ പറഞ്ഞത്. കേൾക്കാൻ സാധിക്കൂല എന്നാണ് ഇതിന്റെ അർത്ഥം എന്നാ ഒരാള് പറഞ്ഞത്. അപ്പൊ അത് സംഗതി ഉണ്ട്, പക്ഷെ കേൾക്കാൻ സാധിക്കൂല. അപ്പൊ നിങ്ങൾ നോക്ക്, അയാള് പച്ച നുണ പറയാ. എന്റേലുണ്ട് ആ ക്ലിപ്പ്, പക്ഷെ എപ്പോഴാ സമയമില്ല. അപ്പൊ തന്നെ തിരിഞ്ഞല്ലോ കള്ളി. അത്രത്തോളം ക്ലിപ്പ് ഇട്ടതിന്റെ ഇടയിൽ ഈ ഒരു ക്ലിപ്പ് മാത്രം ഇടാൻ സമയമില്ലെങ്കിൽ അതിലെന്തോ ഒന്നുണ്ട് എന്ന് ജനങ്ങൾക്ക് അറിയല്ലോ. പക്ഷെ അത് അറിയിച്ചു കൊടുക്കല ഞങ്ങള് പരിപാടി. തിരിഞ്ഞോ? ഈ കളവ് നന്നായി പിടികൂടുക എന്നുള്ളത് അതന്നെ സംവാദത്തിലെടുത്ത്. നിങ്ങൾ നോക്ക്, അനസ് മൗലവി ഇടക്കും ഇങ്ങോട്ട് എണീറ്റ് വന്നു, മറ്റാൾ അവിടെ ഇരുന്നുപോയി. ഇരിക്കാനും കാരണമുണ്ട്, ഇയാൾ എണീക്കാനും കാരണമുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. പക്ഷേ എന്നിട്ട് ഞങ്ങള് ഇവരുടെ പാഠപുസ്തകത്തിൽ നിന്ന് ഒരു ഡെഫിനിഷൻ വായിച്ചു. ആ വായിച്ചപ്പോ ശരിക്ക് ക്ലിയർ ആയിട്ട് തന്നെ വായിച്ചു. വായിക്കുന്നത് തന്നെ നിങ്ങൾക്ക് അതിൽ ശരിയായി കാണാൻ കഴിയും. പാഠം 12 പ്രാർത്ഥന അദ്ദുആ. അതിൽ പറയാണ്, ഇങ്ങനെ മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയുള്ള അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അവിടെ ഇങ്ങനെ എന്നത് വേണ്ട. കാരണം ഒരു നിർവചനം പറയുമ്പോ അത് അതിന്റെ വിശദീകരണമായിട്ടാണ് എല്ലാവരും പഠിക്കാറുള്ളതും പഠിപ്പിച്ചു കൊടുക്കാറുള്ളതും. അതുകൊണ്ട് തന്നെ മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി, അവിടെ നിന്നാണ് ശരിക്ക് നിർവചനം തുടങ്ങുന്നത്. മുജാഹിദിന്റെ ഏതാളുകളോട് ചോദിച്ചാലും അവരത് പറയും, അവിടെ നിന്നാണ് തുടങ്ങുന്നത്. പക്ഷെ വായിക്കുമ്പോ ഏതായിരുന്നാലും നൗഷാദ് ഹസനി ഇങ്ങനെ എന്ന് മുതൽക്ക് തന്നെ വായിച്ചു. മൗലവി കളവ് പറയാൻ പഠിച്ചാ പിന്നെ നിവൃത്തിയില്ലല്ലോ. അങ്ങ് പറയുന്നേ, നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്ക്. ഇങ്ങനെ എന്ന് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ അങ്ങ് കേൾക്ക്. മുജാഹിദിന്റെ നിർവചനം വളരെ വ്യക്തമായി വായിക്കുകയാണ്. ഇങ്ങനെയെന്ന് ആവശ്യമില്ല, എന്നാലും ഇങ്ങനെയെന്ന് വായിക്കുന്നുണ്ട് അവിടെ. എന്നിട്ട് അനസ് മൗലവി സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. 2 സെഷനായിട്ടാണ് നമ്മൾ പരിപാടി സംഘടിപ്പിച്ചത്. അതിൽ 2ാമത്തെ സെഷനിലാണ് ഞങ്ങളുടെ വാദം ഞങ്ങൾ സ്ഥിരപ്പെടുത്തുന്നത്. ഇവിടെ ഞങ്ങൾക്ക് ഒറ്റ കാര്യമേ ചെയ്യാനുള്ളൂ.
അതെന്താണ്? മുജാഹിദ് മൗലവിമാർ ശിർക്കിന് പറഞ്ഞ നിർവചനം തെറ്റാണെന്ന് തെളിയിക്കലാണ് ഞങ്ങളുടെ ആവശ്യം. അത് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് ചെയ്തു കഴിഞ്ഞു, ഇനിയും ചെയ്യും. അതേ സമയത്ത് ഞങ്ങൾ പറഞ്ഞ നിർവചനത്തിന്റെ തെളിവെന്താണ്? ഇൻഷാ അല്ലാഹ് അടുത്ത സെഷനിൽ ചോദിച്ചോളൂ, അക്കമിട്ട് മറുപടി പറയും. നിങ്ങൾ വായിച്ച ഇബ്നു കതീർ റാജിയൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ആ പൊട്ടീസ് ഒന്നും വേണ്ട. ഇതാ നിങ്ങളുടെ ഈ മൗലവിമാർ എഴുതി വെച്ച നിർവചനം. ബസ്സൊക്കെ നമുക്ക് ആർക്കാ ബ്രേക്ക് പൊട്ടിയെന്നൊക്കെ ഒന്ന് തീരുമാനിക്കാം ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയുള്ള അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് എന്ന് നിങ്ങളുടെ KNM പ്രസിദ്ധീകരിച്ച ഇസ്ലാമിക വിശ്വാസങ്ങൾ 4ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ പോലും പാവപ്പെട്ട ചെറിയ കുട്ടികളുടെ മണ്ടയിലേക്ക് ബുദ്ധിയിലേക്ക് ഈ വിശ്വാസം അടിച്ചു കയറ്റുകയാണ്. അതിന് അപ്പൊ നിങ്ങൾ കേട്ടല്ലോ, നിർവചനം ഞങ്ങൾ വായിച്ചു, കൂടെ ഇങ്ങനെ എന്നും വായിച്ചു. പക്ഷെ കളവ് പറയാൻ മാത്രം തയ്യാറായി വന്ന അനസ് മൗലവിക്ക് അവിടെ എന്തെങ്കിലും ഒന്ന് പറയണല്ലോ. അതുകൊണ്ട് അയാൾ പറയാണ്, ഇതുവരെ ഇങ്ങനെ എന്ന് പോലും വായിക്കാതെ മൗലവി കട്ടുവെച്ചതല്ലേ, മുസ്ലിയാര് കട്ടുവെച്ചതല്ലേ. അപ്പൊ മൂപ്പർക്ക് എന്ത് വേണം? ഒരു 2 കട്ട് വെച്ചതല്ലേ എന്നുള്ളത് ആ സംഭവത്തിലൊന്ന് അടിച്ചിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഒരു സൂപ്പർ സ്റ്റാർ ആകണം എന്നാ. പക്ഷെ ആവശ്യമില്ലാത്തടത്ത് വെറുതെ കട്ടുവെച്ചാൽ ഉള്ള അഡ്രസ് മുഴുവനും കട്ടുപോകൂലേ? അത് മനസ്സിലാക്കണ്ടേ ആ സാധു? പക്ഷേ അയാൾ പെട്ടുപോയി. സാധു മാനം കെട്ട് കളവ് പറയാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു പ്രസ്ഥാനം. മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി ഇങ്ങനെ മനുഷ്യ കഴിവിനപ്പുറമുള്ള എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ എന്നവിടെ പറഞ്ഞിട്ടുണ്ട് മുസ്ലിയാരെ. ഇതുവരെയും എങ്ങനെ എന്ന് വായിക്കാതെ ഇങ്ങനെ എന്ന് പോലും വായിക്കാതെ തെറ്റിദ്ധരിപ്പിക്കാമെന്നാണ് മുസ്ലിയാര് വിചാരിച്ചത്. ഏതായാലും മുജാഹിദ് പ്രസ്ഥാനം എഴുതുന്ന പാഠപുസ്തകമൊക്കെ നന്നായി തന്നെ വായിച്ച് പഠിക്കണം. അത് കണ്ടം മുറിച്ചല്ല പഠിക്കേണ്ടത്, മുമ്പ് മുതൽ തന്നെ പഠിക്കണം. മറ്റൊരു വാചകവും വായിച്ചു. എന്താ മുസ്ലിയാരെ അതിൽ തെറ്റ്? പറയൂ, നിങ്ങൾ എന്താണ് ആ വിശദീകരണത്തിൽ തെറ്റുള്ളത്? നിങ്ങൾക്ക് ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഒരു വിരട്ടലാണ് മുസ്ലിയാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നബിയോട് ചോദിക്കാൻ പറയൂ മുസ്ലിയാരെ ഇങ്ങോട്ട്, അപ്പോൾ തരാം മറുപടി, അപ്പോൾ തരാം വിശദീകരണം. അതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. മുസ്ലിയാർ ഇങ്ങനെ വിരട്ടുകയാണ്. ആ വെരട്ടിഫിക്കേഷൻ ഇവിടെ നടപ്പാവുകയില്ല. ഇത് നിങ്ങളൊന്ന് നിർത്തിഫിക്കേഷൻ ആവൂ? പറയാൻ തന്നെ ആ സാധനം കിട്ടണില്ല. വെറുതെ വിളിച്ച് പറയാ, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാ. പറ എന്ത് പറ? സംഭവത്തിൽ അപകാരിയായിട്ട് പഠിച്ചാ മുമ്പര്. എന്നിട്ട് അവസാനം പറയാണ് വെരട്ടിഫിക്കേഷൻ. വെറുതെ പറഞ്ഞിട്ട് പുതിയ ഇംഗ്ലീഷൊക്കെ ഉണ്ടാക്കിയിട്ട് ആകെ നാശാക്കി. അപ്പൊ ഇതുവരെ ഇങ്ങനെ എന്ന് പോലും വായിക്കാതെ മുസ്ലിയാര് കട്ടതല്ലേ എന്നും പറഞ്ഞിട്ടാണ് രംഗത്തിറങ്ങിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, മുന്നിൽ വെച്ച് കളവ് പറയാൻ ഒരു മടിയും ഉളുപ്പുമില്ലാത്ത വിഭാഗം. എന്തു പറയണം ഈ സാധുക്കളോട്? അപ്പൊ നിങ്ങൾ ആദ്യം ഈ കളവ് പറയൽ പ്രവണത ഒഴിവാക്കുക. അത് നിങ്ങൾ മാറ്റിവെക്കുക. ജീവിതത്തിലെ ഒരു മുഖമുദ്രയായി നിങ്ങൾ തൗഹീദിന്റെ ഒരു ഭാഗമായി നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ സാധുക്കളെ അത് മാറ്റിവെക്കുക. ഇതൊക്കെ കണ്ടിട്ടാണ് ഖുർആനിൽ അല്ലാഹു ഒരു ആയത്ത് ശരിക്ക് പഠിപ്പിച്ചത്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ പടച്ചവനെ സൂക്ഷിച്ചു ജീവിക്കണം. വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരോട് കൂടെ ചേരണം. നിങ്ങൾ കളവ് പറയുന്നവരെ കൂടെ ചേർന്നാൽ ഒരു സമയത്ത് സുന്നത്തുള്ളത് മറ്റൊരു സമയത്ത് ബിദ്അത്താകും, വേറെ ഒരു സമയത്ത് വ്യഭിചാരത്തെക്കാൾ കഠിന തെറ്റാകും, വേറെ ഒരു സമയത്ത് അതേ നിരീശ്വരവാദിയാകുന്നതിനേക്കാൾ ഇരിക്കും സ്ഥാനമുണ്ടാവുക. അങ്ങനെ ഇടക്കിടക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമായിരിക്കും കളവ് പറഞ്ഞു നിർമ്മിക്കപ്പെട്ട പ്രസ്ഥാനം. അതുകൊണ്ട് സത്യം പറയുന്നവരോടൊപ്പം നിങ്ങൾ ചേരുവീ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നു. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനം. ഇവരുടെ കളവുണ്ടോ പറഞ്ഞാൽ തീരുന്നു, ഇവരുടെ വൈരുദ്ധ്യങ്ങളുണ്ടോ കാണിച്ചാൽ തീരുന്നു. നിങ്ങൾ കാണാത്തതും കണ്ടതുമായ ഒരുപാട് ഭാഗങ്ങൾ ഇനിയും പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട കേസറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കും. ഈ